പാർലമെന്റിൽ പ്രതിപക്ഷ അംഗങ്ങൾ നടത്തിയ പ്രതിഷേധങ്ങൾക്കിടെയുണ്ടായ സംഭവങ്ങളിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പരാതി നൽകിയിരിക്കുകയാണ് ബി.ജെ.പി. ഗുരുതര വകുപ്പുകൾ പ്രകാരമാണ് പ്രതിപക്ഷ നേതാവിനെതിരായ പരാതി. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ എംപിമാരെ കയ്യേറ്റം ചെയ്യുകയും വനിതാ എംപിയെ അപമാനിച്ചുവെന്നും കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ ആരോപിക്കുകയുണ്ടായി. അംബേദ്കറെ അപമാനിച്ച ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയ പ്രതിഷേധത്തിനിടെയാണ് നാടകീയ രംഗങ്ങൾ ഉണ്ടായത്. തുടർന്ന് അനുരാഗ് താക്കൂർ ഇങ്ങനെ പറഞ്ഞു: രാഹുൽ ഗാന്ധിയുടെ കയ്യേറ്റത്തിൽ 2 ബി.ജെ.പി. എംപിമാർക്ക് പരിക്കേറ്റു. അതിലൊരാളുടെ നില ഗുരുതരമാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ സെക്ഷൻ 109, 115, 117, 121, 125, 351 വകുപ്പുകൾ പ്രകാരമാണ് പോലീസിൽ പരാതി നൽകിയത്. പാർലമെന്റിലുണ്ടായ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹം ബി.ജെ.പി. എംപിമാരെ കയ്യേറ്റം ചെയ്യുകയായിരുന്നുവെന്നാണ് താക്കൂർ പറഞ്ഞത്. പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലാണ് ബി.ജെ.പി. പരാതി നൽകിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി മോശമായി പെരുമാറിയെന്ന് ആരോപിച്ചുകൊണ്ട് നാഗാലാൻഡിൽ നിന്നുള്ള ബി.ജെ.പി. എംപി ഫാങ് നോൻ കൊന്യാക് രംഗത്ത് വന്നതും നാടകീയ സംഭവങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പെരുമാറ്റമായിരുന്നു രാഹുലിന്റേതെന്നും ഫാങ് നോൻ കൊന്യാക്കിന്റെ ആരോപണം വ്യക്തമാക്കുന്നുണ്ട്. വനിതാ എംപി കണ്ണീരോടെ കാര്യങ്ങൾ വിശദീകരിച്ചെന്നു പറഞ്ഞ രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻകർ രാജ്യസഭാ എംപിമാർക്ക് നേരെയുള്ള ആക്രമണം പരിശോധിക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. രാഹുൽ ഗാന്ധി ഗുണ്ടയെ പോലെ പെരുമാറിയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും പറയുകയുണ്ടായി. രാഹുൽ പിടിച്ചു തള്ളിയതോടെ നിലത്തു വീണ തനിക്ക് പരിക്കേറ്റതായി മറ്റൊരു ബി.ജെ.പി. എംപി ചന്ദ്ര സാരംഗിയും ആരോപിച്ചു. ബി.ജെ.പി. ആരോപണങ്ങൾക്ക് മറുപടിയുമായി കോൺഗ്രസും രംഗത്ത് വന്നു. 84 വയസ്സുള്ള മല്ലികാർജുൻ ഖാർഗെയെ 2 ബി.ജെ.പി. എംപിമാർ പിടിച്ചു തള്ളിയെന്നാണ് കോൺഗ്രസ് അവകാശപ്പെട്ടത്. പാർലമെന്റിലേക്ക് കടക്കാൻ ശ്രമിച്ച തന്നെ ഒരു കൂട്ടം ബി.ജെ.പി. അംഗങ്ങൾ തടയുകയായിരുന്നുവെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. പാർലമെന്റിൽ പ്രവേശിക്കാനുള്ള തങ്ങളുടെ അവകാശത്തെ ആർക്കും ചോദ്യം ചെയ്യാനാകില്ല. എന്നാൽ ബി.ജെ.പി. അംഗങ്ങൾ തന്നെയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയെയും പിടിച്ചു തള്ളി. ഇതാണ് സംഘർഷത്തിലേക്ക് നയിച്ചതെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതേസമയം രാഹുൽ ഗാന്ധിയെ അപമാനിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് പ്രിയങ്ക ഗാന്ധി അഭിപ്രായപ്പെട്ടു. ബി.ജെ.പി. എംപിമാരാണ് രാഹുലിനെ കയ്യേറ്റം ചെയ്തതെന്നും അവർ എടുത്തു പറഞ്ഞു. എംപിയുടെ പരാതി പരിശോധിക്കുകയാണെന്ന് ചെയർമാൻ ജഗ്ദീപ് ധൻകർ പ്രതികരിച്ചു. കരഞ്ഞുകൊണ്ടാണ് അവർ എന്റെ അടുത്തേക്ക് വന്നത്. എന്റെ കയ്യിൽ അവർ നൽകിയ പരാതിയുണ്ട്. അവർ യഥാർത്ഥത്തിൽ ഷോക്കിലായിരുന്നു. കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുമെന്ന് ധൻകർ പറഞ്ഞു. അതിനിടെ രാഹുൽ ഗാന്ധി 2 എംപിമാരെ തള്ളിയിട്ടുവെന്നാരോപിച്ച് ബി.ജെ.പി. പോലീസിൽ പരാതി നൽകി. ബി.ജെ.പി. എംപിമാരായ മുകേഷ് രജ്പുത്, പ്രതാപ് സാരംഗി എന്നിവരെ ഉപദ്രവിച്ചെന്നാണ് പരാതി. ഇരുവരെയും ഡൽഹിയിലെ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ താൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ലെന്നും വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നുമാണ് രാഹുൽ പ്രതികരിച്ചത്. വ്യാഴാഴ്ച രാവിലെയോടെയാണ് ഇരുവിഭാഗവും പാർലമെന്റ് പരിസരത്ത് പ്രകടനവുമായി ഇറങ്ങിയത്. അംബേദ്കറിനെതിരായ വിവാദ പരാമർശത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. അതേസമയം കോൺഗ്രസ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നാരോപിച്ചാണ് NDA നേതാക്കളുടെ പ്രകടനം അരങ്ങേറിയത്. രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസ് എംപി പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിൽ അംബേദ്കർ പ്രതിമയുടെ മുന്നിൽ നിന്നാണ് പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചത്. തുടർന്ന് മഗർ ദ്വാറിലേക്ക് മാർച്ച് നടത്തി. നീല വസ്ത്രമണിഞ്ഞാണ് പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധിച്ചത്. ഇവിടെ വെച്ച് മുദ്രാവാക്യ വിളികളുമായി നിന്ന ഭരണപക്ഷത്തിനിടയിലേക്ക് പ്രിയങ്കയുടെ നേതൃത്വത്തിൽ എംപിമാർ കയറിയതോടെ ഭരണപ്രതിപക്ഷ എംപിമാർ തമ്മിൽ പരസ്പരം പിടിച്ചു തള്ളുന്ന സാഹചര്യമുണ്ടായി. ഇതിനിടയിലാണ് ബി.ജെ.പി. എംപിയായ പ്രതാപ് സാരംഗിക്ക് പരിക്കേറ്റത്.